മാള കോട്ടമുറിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് കാറിലേക്ക് വീണ് കാർ പൂർണ്ണമായും തകർന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മാളയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ 100ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ സർവീസ് റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇന്ന് തന്നെ പൊളിഞ്ഞ ഭാഗങ്ങൾ ടാറിംഗ് ചെയ്യാമെന്ന് കമ്പനി മാനേജർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള കോട്ടമുറിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പോസ്റ്റ് കാറിലേക്ക് വീണ് കാർ പൂർണ്ണമായും തകർന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഇതേ രീതിയിൽ അപകടം നടന്നിരുന്നു. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് പോസ്റ്റ് ഒടിഞ്ഞിരുന്നു. എന്നാൽ നടന്ന അപകടങ്ങളിലൊന്നും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസമെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനത്തിൽ രാഷ്ട്രീയ ഏകതാ ദിവസം ആചരിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മാളയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ, കുഴുക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ 100ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് കൂട്ടയോട്ടത്തിൽ അണിനിരുന്നത്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി കൂട്ടയോട്ടത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രിൻസിപ്പൽ PM റംഷീദ്, PRO രാജീവ് നമ്പിശൻ, SPC ഇൻസ്പെക്ടർമാരായ ജിബിൻ, അനീഷ്, SPCOമാരായ നവനീത്, സഞ്ജു, ഡെംഫീന, അനൂപ്, ലിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. സേ നോ ടു ഡ്രഗ് എന്ന സന്ദേശവുമായി മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മാളയുടെ ഹൃദയഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ സ്റ്റേഷനിൽ സമാപിച്ചു. കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ, അഞ്ചപ്പാലം, പടാക്കുളം ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മെയിൻ്റനൻസ് ചെയ്യാതെ പണി അനുവദിക്കില്ല എന്ന നിലപാടെത്തിയപ്പോൾ ശിവാലയ കമ്പനി മാനേജർ സ്ഥലത്തെത്തി ഇന്ന് തന്നെ പൊളിഞ്ഞ ഭാഗങ്ങൾ ടാറിംഗ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു. ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, രവീന്ദ്രൻ നടുമുറി, ബീന ശിവൻ, KA വത്സല, വിനയചന്ദ്രൻ, ഹിമേഷ്, അലീമ, റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബൈപ്പാസ് ഉപരോധിച്ചത്. എല്ലാവരും കുളിച്ച് കാലത്ത് മുണ്ടും ഷർട്ടും എടുത്ത് അല്ലെങ്കിൽ നല്ല സാരി എടുത്ത് പോകുമ്പോൾ ഗട്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ചെളി തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ പണി ഇവിടെ നിർത്തിവെച്ചും കൊണ്ട് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രം നമുക്ക് ഇവിടെ പണി ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു അറിയിപ്പ്, അവരെ നമ്മളുടെ സന്ദേശം അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണി നമ്മൾ തടയാൻ ഇന്ന് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ എത്തിയ സാഹചര്യത്തെക്കുറിച്ചും കാർഷിക സംസ്കാരത്തിനൊപ്പം അത് കൊണ്ടുവരുന്ന ഒരു ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു. അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായ വിത്ത് വിതരണവും വിവിധ പദ്ധതികളിലെ ധനസഹായ വിതരണവും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ഉഷ മോഹനൻ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു തോമസ്, അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി DPM ദീപ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, പാണഞ്ചേരി CDS വൈസ് ചെയർപേഴ്സൺ മിനി ജോണി, PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രേഖ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷവിമുക്തവും പോഷകസമൃദ്ധവുമായ പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ ലഭ്യത 10 ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തിക്കുന്നതിനും അതുവഴി ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ. ഇതുപ്രകാരം ഓരോ വാർഡിൽ നിന്നും 50 കുടുംബശ്രീ കർഷകരെ തിരഞ്ഞെടുത്ത് പരിശീലനവും നടീൽ വസ്തുക്കളും നൽകി
ഒരാൾ 3 സെന്റ് സ്ഥലത്ത് തികച്ചും ജൈവ രീതിയിൽ 5 തരം പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും കൃഷി ചെയ്യുന്നു. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ജില്ലയിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. 50 കുടുംബശ്രീ ഗ്രൂപ്പുകളെ 50 കുടുംബങ്ങളെ കാർഷിക രംഗത്തേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി. ഏറ്റവും ചുരുങ്ങിയത് 3 സെന്റ് സ്ഥലത്ത് 5 തരം പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും ശാസ്ത്രീയമായി ജൈവ രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുക്കളത്തോട്ടങ്ങളിലേക്ക് അതിവേഗം അമ്മമാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന സ്തുത്യർഹമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കുടുംബശ്രീ ഇപ്പോൾ നടത്തുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ. മീഡിയ ടൈം തൃശൂർ. കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവ ബ്രൗഷർ പ്രകാശനം ചെയ്തു. നവംബർ 4 മുതൽ 7 വരെ പടിഞ്ഞാറ് വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ല കേരള സ്കൂൾ കലോത്സവ ബ്രൗഷർ ജനറൽ കൺവീനർ AA അനീസയ്ക്ക് നൽകി MES ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CM ഫിറോസ് പ്രകാശനം നിർവഹിച്ചു. റിസപ്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഷംസുദ്ദീൻ വാദിയെടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സുഹൈമത്ത് KK, ബഗിലാൽ VB, ഡോക്ടർ ഗിരീഷ് കുമാർ P, അപ്ന ഫാത്തിമ EM, PTA പ്രസിഡന്റ് KK മുഹമ്മദ് റാഫി, നാസർ KA, ശ്രീകുട്ടി രമണൻ, നിതീഷ് പണിക്കാട്ടിൽ, സിയദ് CA തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. സനീഷ് കുമാർ ജോസഫ് MLA കെടുകാര്യസ്ഥതയെ തുടർന്ന് ചാലക്കുടി വികസന സ്വപ്നങ്ങൾ പിറകോട്ടടിപ്പിച്ചെന്ന് ആരോപിച്ച് LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. സൗത്ത് ജംഗ്ഷനിൽ MLA ഓഫീസിന് സമീപത്ത് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ കുറ്റവിചാരണ സദസ്സ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം MV ഗംഗാധരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ കുറ്റവിചാരണ പത്രം അവതരിപ്പിച്ചു. വിപിന ചന്ദ്രൻ, പോളി ഡേവിസ്, യൂജിൻ മോറോലി, ജോസ് പൈനാടത്ത്, സജീവ്, ഷോജൻ D വിധേയത്തിൽ, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. വികസന കാര്യത്തിൽ LDF ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. 2021 മുതൽ ചാലക്കുടിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നിരവധി പദ്ധതികൾ ആരംഭിക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞു. LDF രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. 50 ലക്ഷം രൂപയോളമാണ് ഈ 4 വർഷ കാലയളവിനുള്ളിൽ ചാലക്കുടിയിലെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഈ നാട്ടിൽ നല്ല, ഞാനൊന്നും എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തല്ല, ഈ നാട്ടിൽ നല്ല മനസ്സുള്ള ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് അവരുടെ നല്ല മനസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാനായിട്ട് എത്രയോ റോഡുകൾ, ചാത്തൻ മാസ്റ്റർ റോഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇടപെടി റോഡുകൾ ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളുകൾ. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ UDF മെമ്പർമാർ നൽകിയ പ്രമേയം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചും PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ നിരുപാധികം പിന്മാറണമെന്ന വിഷയമാണ് പ്രമേയം മുഖേന UDF അവതരിപ്പിച്ചത്. PM ശ്രീ കാലഘട്ടത്തിന് അനിവാര്യതയാണെന്നും പ്രമേയം സ്വീകരിക്കാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രയും സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയം പരിഗണിക്കാത്തതിലാണ് UDF മെമ്പർമാർ പ്രതിഷേധം അറിയിച്ചത്. CPIയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് PM ശ്രീ പദ്ധതിക്ക് അനുകൂലമായി നിന്നതിൽ ദുഃഖം രേഖപ്പെടുത്തി ഷംസു വെളുത്തേരി, സദകത്ത്, MH ബഷീർ, നസീമ നാസർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ ജേതാക്കൾക്ക് സ്വീകരണം നൽകി. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിച്ച് ബേസ്ബോളിൽ സീനിയർ വിഭാഗത്തിൽ EK അഭിഷേകിനും വൈഷ്ണവ് മനോജും, ബേസ്ബോളിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ VS ജസ്നയും സ്വർണ്ണ മെഡൽ ജേതാക്കളായി. സോഫ്റ്റ് ബോളിൽ സീനിയർ വിഭാഗത്തിൽ അഭിഷേക് വെങ്കല മെഡൽ നേടി. സോഫ്റ്റ് ബോളിൽ വൈഷ്ണവ് മനോജ് വെങ്കല മെഡൽ നേടി. EK അഭിഷേകിന് സോഫ്റ്റ് ബോളിൽ ദേശീയ ടീമിൽ സെലക്ഷൻ ലഭിച്ചത് സ്കൂളിൽ ആഹ്ലാദം സൃഷ്ടിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീതി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് PA സീതി, പ്രിൻസിപ്പൽ TV സമീന,
PTA വൈസ് പ്രസിഡന്റ് PA മനാഫ്, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KA റുബീന, TTI പ്രിൻസിപ്പൽ VI അസ്മാബി, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി EP യസീദ, സജിത്ത് സാഗീർ, ജാസ്മിൻ സൈഫുദ്ദീൻ, തൻസിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനവും നടന്നു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നവംബർ 3 നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയാകും. VR സുനിൽകുമാർ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ ജോർജ് പാറമേൽ, ബാബു, തോമസ് ആലപ്പാട്ട്, തോമസ് പഴയാറ്റിൽ, സ്റ്റെനി കളപ്പറമ്പത്ത്, പീറ്റർ പാറേക്കാട്ട്, സ്റ്റാൻലി എടാട്ടുകാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിര പ്രിയദർശിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KH അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. ഹരി കുറ്റിപ്പറമ്പിൽ, മല്ലിക ആനന്ദൻ, മോഹൻദാസ്, ജോർജ് തൊമ്മാന, മഹേഷ് ആലിങ്കൽ, കബീർ, അബ്ദുൽ സലാം, ഗോപാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണം നടത്തി. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹൽ ജമാഅത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ബാഗിവി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് CK അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കഴിഞ്ഞ 3 വർഷം മുടങ്ങാതെ യോഗങ്ങളിൽ പങ്കെടുത്ത ജുമാ കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് പുതിയ ജുമാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മഹൽ സെക്രട്ടറി KH മുഹമ്മദ് അലി, TA ഹുസൈൻ, അബ്ദുൾ ഷക്കൂർ, മുഹമ്മദ് കോൽപ്പറമ്പിൽ, റാഫീദ് സഖാഫി, മഹൽ വൈസ് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങക്കാര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ മാസ്റ്റർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30.80 ലക്ഷം രൂപയും NHM ഫണ്ട് 7 ലക്ഷം രൂപയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ 3.51 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പുതിയ ജനകീയാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11, 12, 13 വാർഡുകളിലെ മെഡിക്കൽ സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ് ഈ ജനകീയാരോഗ്യ കേന്ദ്രം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, പ്രൊജക്ട് ഡയറക്ടർ കോസ്റ്റ് ഫോർഡ് തൃശൂർ PB സരിത പദ്ധതി വിശദീകരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആനപ്പുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 36.50 ലക്ഷം രൂപയും നഗരസഭയുടെ 15.80 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ, പാർവതി, ഡോക്ടർ KJ ജീന, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. കൊക്കാലിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് R മിനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിന്ദു P പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ ആയുർവേദ ആശുപത്രികളിലും 3 ഷിഫ്റ്റ് ഡ്യൂട്ടി നടപ്പിലാക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് സംഘടനയുടെ മുൻകാല നേതാവായിരുന്ന ഭവദാസിന്റെ സ്മരണാർത്ഥം അവാർഡുകൾ നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR രജനി മുഖ്യാതിഥിയായ ചടങ്ങിൽ സെക്രട്ടറി ജോയ്സൺ ജോസ്, ജില്ലാ സെക്രട്ടറി R രശ്മി, PV രജനി, T സുരബില തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബിന്ദു P പൊറ്റയിൽ, സെക്രട്ടറി CK സുനിത, ട്രഷറർ PV രജനി, സംസ്ഥാന കമ്മിറ്റി അംഗം VG അമൽനാഥ് എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കോട്ടമുറിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് കാറിലേക്ക് വീണ് കാർ പൂർണ്ണമായും തകർന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മാളയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ 100ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂരിൽ സർവീസ് റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇന്ന് തന്നെ പൊളിഞ്ഞ ഭാഗങ്ങൾ ടാറിംഗ് ചെയ്യാമെന്ന് കമ്പനി മാനേജർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.